കണ്ടോ പൊന്മുടി ഹില്ലേരിയ കണ്ടോ? അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അത് കാർമേഘമല്ലേ ചേച്ചാ? അല്ലേ? എന്ത് രസമായിരിക്കുന്നു നോക്കി. നല്ല സൂപ്പറായിരിക്കുന്നു. ഇത് അതിൻ്റെ താഴ്വാരമാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഞങ്ങളിങ്ങനെ യാത്രയിലാണ്. ഇതൊരു കോളേജിൻ്റെ പരിസരമാണ് കേട്ടോ. വളരെ മോശമായിട്ടുള്ള ഒരു റോഡാണ് കേട്ടോ. എന്ത് പൊളിഞ്ഞു കിടക്കുന്നത് നോക്കി. വലിയൊരു കോളേജിൻ്റെ പരിസരമാണ് കേട്ടോ. ഇക്ബാൽ കോളേജ് എന്ന് പറയും. ആ കോളേജിൻ്റെ ഏരിയയാണ്. തല്ലിപ്പള്ളി റോഡ് ഉണ്ടോ? ഇതിലേക്കൂടെയാണ് കുട്ടികളൊക്കെ പോകുന്നത്. ഒരു പാലത്തിൻ്റെ ശോചനീയാവസ്ഥ ഉണ്ടോ? കണ്ടോ ഒരു ഏരിയ കണ്ടോ. കണ്ടോ അതാണ് പൊന്മുടി. കണ്ടോ ഏരിയയാണ്, ഞങ്ങളുടെ ഏരിയയാണ്. രണ്ട് സൈഡ് റബ്ബർ എസ്റ്റേറ്റുകൾ. ഉണ്ടോ റബ്ബർ എസ്റ്റേറ്റാണ് മുകളിലും താഴെ. ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ആന ഇറങ്ങി നിൽക്കും. ഇതൊക്കെ ഇതല്ലേ ചേച്ചാ? ഫോറസ്റ്റ് അല്ലേ? ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെയൊക്കെ വലിയ ആനകൾ വന്ന് നിൽക്കും. ഇടയ്ക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഈ ഫോറസ്റ്റുകാർ വന്ന് ഭയങ്കരമായിട്ട് വെടിയൊക്കെ പൊട്ടിക്കുന്നത് കേൾക്കാം നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്. ഒരു സൈഡ് റബ്ബർ എസ്റ്റേറ്റും ഒരു സൈഡ് ഫോറസ്റ്റ് ഏരിയയും. ഫോറസ്റ്റ് ഏരിയയാണ് ഇതൊക്കെ. കണ്ടോ ഇത് മണലി പാലം കണ്ടോ. ഇത് ഞങ്ങളുടെ തൊട്ട് താഴെയുള്ള പാലമാണ്. ഇതാണ് കല്ലാർ ഇത് ഇങ്ങോട്ട് ഒഴുകി വരുന്നടോ. കണ്ടോ ഇതാണ് മണലി പാലം. ഇതിനകത്ത് കയറാൻ പറ്റുമോ? ഈ തോട്ടത്തിൻ്റെ ബാക്കിലായിട്ട് വരും ഞങ്ങളുടെ വീട്. ഇത് ഞങ്ങളുടെ അതിരാണ്. ഇതിൻ്റെ ബാക്കായിട്ട് ഞങ്ങളുടെ വീട് വരും. ഇതൊക്കെ നല്ല കുഴിയായിരിക്കത്തില്ലേ ഇവിടെ? ആണല്ലേ? എന്ത് കായം? ഗ്രാക്കയം. ഓക്കെ.
ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയമൊക്കെ ഇവിടെ ചെറിയ പാലമല്ലായിരുന്നോ? ചെറിയ പാലം താഴെയുള്ള. ഓക്കെ, കണ്ടോ അന്ന് പിന്നെ ദന്തൽ വിദ്യാർത്ഥികളെ ഒഴുക്കെടുത്തുകൊണ്ട് വന്ന്, പൊന്മുടിയല്ല കല്ലാറ്റിൽ നിന്ന് ഒഴുക്കെടുത്തുകൊണ്ട് വന്ന് ഒരു ബോഡിയൊക്കെ താണ്ട് ഈ ബാഗ് ഇവിടെ നിന്നായിരുന്നു കിട്ടിയത്. ഓക്കെ, പോ. കണ്ടോ, ഇതാണ് പൊന്മുടി പോകുന്ന കല്ലാർ പോകുന്ന വഴി. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ് സൈഡ്. ഇതൊക്കെ പൊന്മുടി ഏരിയയാണ്, പൊന്മുടി എക്കോ ടൂറിസം. ആഹാ, ഇവിടെ ഇതെല്ലാം കെട്ടിയില്ലേ? ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ലല്ലോ ഇപ്പം. ഏതാ? അതുകൊണ്ടാണ് ഇപ്പം വലിയ അപകടമൊന്നും ഇല്ലാത്ത കേട്ടോ. കേട്ടോ വെച്ചാ ആരോഗ്യ രാജ്യം. അതുകൊണ്ടാണ് അവിടെ എല്ലാം ഇപ്പം കെട്ടി അങ്ങ് ഇതാക്കിയത്. ചെടികളുണ്ടല്ലോ അവിടെ ഇഷ്ടം പോലെ. ഇത് മനോരമക്കാർ വാങ്ങിച്ചിരിക്കുന്നത് ഇതാ, കേരള കൗമുദിക്കാർ വാങ്ങിച്ചിരിക്കുന്നത്. ഒത്തിരി മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നെറ്റിട്ട് കെട്ടിയിരിക്കുന്ന ഏരിയയാണേ. ഇത് നേരത്തെ ആണെങ്കിൽ നമുക്കിവിടെയൊക്കെ ഇറങ്ങി നിൽക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഭയങ്കര അപകടമേഖലയാണ്. പിള്ളേരൊക്കെ വന്ന് അപകടത്തിൽപ്പെടുന്ന ഒരു ഏരിയയാണ് ഇതൊക്കെ. കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അങ്ങനെയുണ്ടോ പിള്ളേരൊക്കെ പോകുന്നുണ്ടോ? ഈ ഇത് ഞങ്ങൾ എടുക്കണമെന്ന് വിചാരിച്ച സ്ഥലം, പക്ഷേ അത് പോയി ഞങ്ങളുടെ കയ്യിൽ നിന്ന്. മീൻമുട്ടി വാട്ടർഫാൾസ് 1.5 കിലോമീറ്റർ ഇവിടുന്ന്. അന്നുണ്ട് ഈ പാലത്തിൻ്റെ അവിടെ നിന്നായിരുന്നു, ഈ പാലത്തിൻ്റെ അവിടെ നിന്നായിരുന്നു പണ്ട് 92-ൽ ദന്തൽ സ്റ്റുഡൻസ് ഒഴുകി പോയത്. ഈ പാലത്തിൻ്റെ അവിടെ ഇതൊക്കെയായിരുന്നു. അങ്ങനെ മേളിൽ നിന്ന് മലവെള്ളം വന്ന് ആ പിള്ളേരെ എല്ലാം എടുത്തുകൊണ്ട് പോയി. അതിനകത്ത് ഒരു അമേരിക്കൻ കപ്പിൾസ് മാത്രം രക്ഷപ്പെട്ടു അല്ലേ. ആ സായിപ്പ് മദാമ്മ ഒഴുകിപ്പോയപ്പം നീന്തിപ്പോയി രക്ഷപ്പെടുത്തി. ആണ് ചേച്ചി ഇവിടെ നിർത്തി ഈ സൈഡിലോട്ട് നിർത്തി. ഉണ്ടോ ഇതാണ് കല്ലാർ. ഇതിനകത്ത് മലവെള്ളം വരും. മലവെള്ളം വന്നു കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. ഇതിനകത്ത് പിള്ളേർക്കൊക്കെ തോന്നും വളരെ വെള്ളം കുറവായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ ഈ കല്ലിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കും. നേരമായിരിക്കും മുകളിൽ നിന്ന് വെള്ളം അറിയാതെ പൊങ്ങുന്നത്. അങ്ങനെ എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്നറിയോ. പിന്നാണ് ഇതുപോലെ നെറ്റൊക്കെ ഇട്ട് തിരിച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല ഏരിയയാണ് ഇതൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരാൻ 5 കിലോമീറ്ററേ ഉള്ളൂ. 5 കിലോമീറ്റർ.
കല്ല. ഇതാണ്ട് അവിടെ നിന്ന് ഒന്നാണ് ആഹാ. പാലത്തിൻ്റെ. കണ്ടോ, ഇതൊക്കെയാണ് ഓ ഇവിടുന്ന് താണ്ട് താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? ഒന്ന് ഇറങ്ങിയാലോ? അതുകൊണ്ട് അവിടെയൊക്കെ ആള് നിൽക്കുന്നു. എവിടെയൊക്കെ ആള് നിൽപ്പുണ്ട്. ഇത് ഭീമ എടുത്തിട്ടേക്കുന്ന സ്ഥലം അല്ലയോ? അതുണ്ടോ, പൊന്മുടി ഉണ്ടോ? ഇത് ഭീമ എടുത്തിട്ടേക്കുന്ന സ്ഥലമാണ്. ഉണ്ടോ? കുറച്ചുകൂടെ മുമ്പോട്ട് പോട്ടെ ചേച്ചാ. നമ്മൾ തൊട്ടടുത്ത് കിടന്നാലും നമ്മൾ ഇവിടെങ്ങും വരത്തുമില്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷം 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ. ഇവിടുന്ന് എത്ര കിലോമീറ്ററാണ് പൊന്മുടിക്ക്? ഇവിടുന്ന് 15 കിലോമീറ്റർ. ഇതിലേക്കൂടെ ഇറങ്ങി പോകാൻ പറ്റുമോ? നമ്മൾ പോകുന്ന വഴിയല്ലേ? ഓ ഓ ഓ കണ്ടോ. ഇതാണ് പൊന്മുടി പോകുന്ന റൂട്ടാണ് ഇതൊക്കെ കേട്ടോ. ഞങ്ങളിപ്പം പോകുന്നില്ല. ഞങ്ങളിവിടെ ഗോൾഡൻ വാലി ചെന്നിട്ട് അവിടെ ഇറങ്ങാൻ പറ്റുമോ? ഗോൾഡൻ വാലിയിൽ ഒന്ന് ഇറങ്ങാമല്ലോ. മഴയാണ്. ഉണ്ടോ, കുട്ടികളൊക്കെ പോയിട്ട് ഇപ്പം ഇതുപോലുള്ള പിള്ളേരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവരാണെങ്കിൽ അവിടെ അന്ന് നെറ്റ് ഗോൾഡൻ വാലി കയറാൻ പറ്റുമോ? പൈസ കൊടുക്കണോ? അത് കൊടുക്കാം. അങ്ങ് പൊന്മുടിക്ക് പോയാലോ? പൊന്മുടിയാണ് അതൊക്കെ. അങ്ങോട്ട് വനമാണ്. ഞങ്ങളങ്ങ് തിരിച്ചു പോവാം. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പം ഇവിടെ കയറിയെന്നേ ഉള്ളൂ. വീട്ടിലോട്ട് കണ്ടോ. ഇനി ഞങ്ങളങ്ങ് വീട്ടിലോട്ട് പോവാം. മഴയാണ്, നല്ല മഴയാണ്. ഇവിടെ ഭയങ്കര റഷുമാണ്. ഇപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് ഇറങ്ങാൻ പാടാം. അതുകൊണ്ട് വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇരുട്ടായി ഉണ്ടോ. ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് വണ്ടികളൊക്കെ വേറിയാ. പിള്ളേർ മഴ പെയ്യാൻ തുടങ്ങി. ഇത് അകത്തോട്ട് എന്താ ചേച്ചാ? ഓ അതിനാണോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ആണോ? ഇപ്പം എല്ലായിടും നല്ല സ്ട്രിക്റ്റ് ആക്കിയില്ലയോ? ഓക്കെ. ഉണ്ടോ, നല്ല മഴയായോണ്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ദന്തിസ്റ്റ് ഇരുന്ന പാറകളാണ് ഇവിടെ. ഇതിനകത്ത് ഇവിടാണ് പാറകളിലിരുന്നത്. ഇവിടാണ് മീൻമുട്ടിയിലോട്ട് പോകുന്നത്. ഇതുവഴി അങ്ങോട്ട് പോകണം. ഇത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ്,
റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഈ സ്ഥലമായിരുന്നു അഡ്വാൻസിന്, പക്ഷേ കണ്ടിവിടം തൊട്ട് അങ്ങോട്ട്, പക്ഷേ അത് നമ്മുടെ കൈക്ക് നിന്നില്ല, വേറെ പാർട്ടി എടുത്തുകൊണ്ട് പോയി. വലിയ കുഴപ്പമില്ലാത്തൊരു പ്ലേസായിരുന്നു. ഇതൊക്കെ ഇതെല്ലാം നെറ്റിട്ടും ഇതാക്കിയിരിക്കുക. ഇവിടെയൊക്കെ അപകട മേഖലകളാണ്. ആണുണ്ടോ, നെറ്റിട്ട് ഇത് മാറ്റിയിരിക്കുന്നതാണ്. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഞങ്ങളിനി അങ്ങ് വീട്ടിലോട്ട് പോവാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുമാണ് എൻ്റെ മുമ്പോട്ടുള്ള പോക്കിൻ്റെ ആധാരം. ഓക്കെ, ബൈ, സീ യു.